വിജിലൻസ് ഡയറക്ടറെ വീട്ടിലിരുത്തിയതാരെന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. അഡ്വക്കേറ്റ് എ റഹീം, കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് വിജിലൻസ് ഡയറക്ടറെ മാറ്റണമെന്ന് കോടതി ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല എന്ന്. പക്ഷെ മാറ്റപ്പെട്ട നിലയിലാണ് വിജിലൻസ് ഡയറക്ടറുടെ ഇപ്പോഴത്തെ സ്ഥിതി. അപ്പോൾ ഉത്തരവാദിത്തം സർക്കാരിനാണ്. അങ്ങനെയെങ്കിൽ അത് വിശദീകരിക്കേണ്ട ബാധ്യതയും സർക്കാരിനല്ലേ? എന്തുകൊണ്ട് മാറ്റി? മാറ്റുകയല്ല, അദ്ദേഹം അവധിയിൽ പോവുകയാണ് ചെയ്തത്. അതൊരു നിശ്ചിത കാലയളവ് പറഞ്ഞുകൊണ്ടുള്ള അവധിയാണ്, അനിശ്ചിതകാലത്തേക്കുള്ള അവധിയല്ല. ഒരു മാസത്തേക്ക് എന്ന് നിശ്ചിത വളരെ പരിമിതമായൊരു കാലയളവിലെ അവധിയാണ്. രണ്ട്, സർക്കാരിൻ്റെ അഴിമതി വിരുദ്ധ പോരാട്ടം അത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നതല്ല. ഇപ്പോൾ സപ്പോസ് ജേക്കബ് തോമസ് തലപ്പത്തിലേക്ക് വന്നിരുന്നില്ല എന്നിരിക്കട്ടെ, സർക്കാരിൻ്റെ ബില്ലാണ് ഓരോ ഉദ്യോഗസ്ഥരും. ശരിയാണ്, പക്ഷെ സ്വമേധയാ ഉണ്ടിരിക്കുമ്പോൾ തോന്നുന്നൊരു ഉൾവിളിയുടെ ഭാഗമായിട്ടല്ലല്ലോ ഒരാളെ ഒരു ചുമതല ഏൽപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ആ കാര്യത്തിലുള്ള കർത്തവ്യബോധം, ചുമതലാബോധം, ആ കാര്യത്തിലുള്ള കാര്യക്ഷമത ഇതെല്ലാം ഉണ്ടാകില്ലേ മാനദണ്ഡമായി? അല്ല, അദ്ദേഹം മാത്രമല്ലല്ലോ, നിരവധി ഉദ്യോഗസ്ഥന്മാരുണ്ടല്ലോ അത്തരം ഈ പറയുന്ന കർത്തവ്യ നിർവഹണത്തിൽ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയമായി നിങ്ങൾ വ്യത്യസ്തമായ ഒരു വിമർശനം കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് വിജിലൻസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുള്ളവരാണ്. അതിന്റെ നിഷ്പക്ഷതയെ ഉറപ്പുവരുത്തും എന്ന് ജനങ്ങൾക്ക് മുന്നിൽ വാഗ്ദാനം നൽകിയവരാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളൊരു ഉദ്യോഗസ്ഥനെ അവിടെ നിശ്ചയിക്കുമ്പോൾ ആരെ വേണമെങ്കിലും ആകാം, എല്ലാവരും കാര്യക്ഷമതയുള്ളവരാണ്, അവരിലൊരാളെ സർക്കാരിന്റെ വില്ല് എന്ന നിലയിൽ വെക്കുന്നു. അങ്ങനെയല്ലല്ലോ അത്. സർക്കാരിൻ്റെ വില്ല് ഉദ്യോഗസ്ഥനെ വെക്കുന്നതിലല്ല, മറിച്ച് സർക്കാരിൻ്റെ ബില്ല് അഴിമതിക്കെതിരായതാണ്. അഴിമതിക്കെതിരായ കാര്യങ്ങൾ ആ സീറ്റിൽ ഏത് ഓഫീസർ ഇരുന്നാലും ചെയ്യുന്നതിനാവശ്യമായ സർക്കാരിൻ്റെ ഒരു ഉപകരണമല്ല വിജിലൻസ്. വിജിലൻസിന് അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള എല്ലാ നിയമപരമായ ചട്ടവട്ടങ്ങളുമുണ്ട്. അതുകൊണ്ട് സർക്കാർ എന്താണോ അതാണ് വിജിലൻസ് എന്ന നിലയിൽ വന്നാൽ സർക്കാർ വിജിലൻസിൽ ഇടപെടുന്നു എന്നതിന് പറയുന്നതിന് തുല്യമാണ്. രണ്ടും രണ്ടാണ്. ശ്രീ വേണു, ഞാനൊന്ന് പറയട്ടെ. സർക്കാർ വിജിലൻസിൽ ഇടപെടുന്നു എന്ന് പറയുന്നത് ഉദ്യോഗസ്ഥനെ വെക്കുകയോ മാറ്റുകയോ അവധി പ്രവേശിക്കുമ്പോഴോ അല്ല അളക്കേണ്ടത്. നിങ്ങൾ സർക്കാർ ഏതെങ്കിലും പർട്ടിക്കുലർ കേസിൽ ഇടപെട്ടിട്ടുണ്ടോ? അത് പരാതി പറ. അങ്ങനെ ഏതെങ്കിലും ആക്ഷേപം ഗവൺമെന്റിനോ അല്ലെങ്കിൽ വേറെ പ്രതിപക്ഷത്തിനോ നിങ്ങൾ പറയുന്നില്ല. അല്ല റഹീം, ചോദിച്ചും പറഞ്ഞു പോവാം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്നിപ്പോൾ ഇവിടെ റഹീം പറയുകയാണ് ഒരു നിശ്ചിത കാലത്തേക്ക് അദ്ദേഹം അവധിയിൽ പോയിരിക്കുകയാണ്, അല്ലാതെ മാറ്റി എന്നൊരു സാഹചര്യമില്ല, ഒഴിവാക്കി എന്നൊരവസ്ഥയില്ല. ഈ സർക്കാർ ആരോടൊക്കെയാണ് ഇങ്ങനെ കണ്ണുപൊത്തി കളിക്കുന്നത്? കോടതിയിലും കണ്ടു. ഇന്നിപ്പോൾ ജസ്റ്റിസ് ഉബൈദിൻ്റെ വിധിന്യായത്തിൽ പറയുന്നുണ്ട് ഇത് മാറ്റണമെന്നൊരു പ്രയർ ഈ കോടതി പരിഗണിക്കുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ആൾ പറയുകയാണ് അദ്ദേഹം അവധിയിൽ പോയിരിക്കുന്നു എന്ന്. മാറ്റണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിച്ചിരിക്കുന്നവർ പറയുന്നു സർക്കാർ മാറ്റിയിരിക്കുന്നു എന്ന്. നിജസ്ഥിതി കോടതിക്കറിയില്ല, അതേപ്പറ്റി കോടതി ആകുലപ്പെടുന്നുമില്ല. സർക്കാർ വേണ്ട കാര്യങ്ങൾ ശരിയായ വയസ്സായിട്ടും അപ്രോപ്രിയേറ്റായും ചെയ്യുക. സർക്കാരിനെ കോടതി സർക്കാരിൻ്റെ ചുമതല ഏത് രൂപത്തിൽ നിർവഹിക്കണം എന്ന് മാതൃകാപരമായി തന്നെ നിർവഹിക്കൂ എന്ന് ആ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ സമീപനമോ ഇത് അവധിയിൽ പോയി അപ്പോൾ മറ്റൊരാൾ പറയുകയാണല്ല മാറ്റിയെന്ന്. അതിനോടൊന്നും ഒരു വ്യക്തമായ നിലപാട് സർക്കാർ കോടതിയിലും പറയുന്നില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ, എന്തിനാണ് ഈ ദുരൂഹതയുണ്ടാക്കുന്നത് സർക്കാർ? അല്ല, സർക്കാരിന് തന്നെ അറിയില്ല യഥാർത്ഥത്തിൽ അദ്ദേഹം എന്താ ചെയ്തെന്നുള്ളത്. ശ്രീ ജേക്കബ് തോമസിനെ മാറ്റിയെന്ന് ചാനലുകാർ എഴുതി കാണിക്കുകയും അതിൻ്റെ പുറകെ ചർച്ച സംഘടിപ്പിക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ആനത്തലവട്ട ആനന്ദൻ വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം വന്നിട്ട് പറഞ്ഞത് ശ്രീ ജേക്കബ് തോമസ് അവധിയിൽ പ്രവേശിച്ചതാണ്, സർക്കാരിന് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നാണ്. പിറ്റേ ദിവസത്തെ ദേശാഭിമാനി പത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് വിജിലൻസ് ഡയറക്ടർ അവധിയിൽ പ്രവേശിച്ചു എന്നാണ്. പക്ഷേ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുന്നത്, മലയാള മനോരമ മുതൽക്ക് അങ്ങോട്ട് സിറാജ്, തേജസ് വരെയുള്ള എല്ലാ പത്രങ്ങളും പറയുന്നത് ഇദ്ദേഹം സർക്കാരിൻ്റെ താല്പര്യപ്രകാരം നിർബന്ധിതമായി അവധിയിൽ പ്രവേശിച്ചു, ഇനി അദ്ദേഹം തിരിച്ചു വരികയില്ല എന്നാണ്. പക്ഷേ ഇവിടെ റഹീം പറഞ്ഞ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോൾ ജേക്കബ് തോമസ് തന്നെ വേണമെന്നില്ലല്ലോ, അഴിമതിക്കെതിരായിട്ടുള്ള പോരാട്ടം തുടരാൻ ഏത് ഉദ്യോഗസ്ഥനായാലും മതി. ഈ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഏത് ഉദ്യോഗസ്ഥൻ, ഞാനൊരു നല്ല ഉദ്യോഗസ്ഥൻ്റെ പേര് പറഞ്ഞുതരാം, നമ്മുടെ ടോമിൻ ജെ തച്ചങ്കരി, അദ്ദേഹത്തെ നിയമിച്ചാൽ മതിയല്ലോ വിജിലൻസിൽ. ഈ നാട്ടിലുള്ള എല്ലാ അഴിമതിക്കാരും അതോടെ അഴിമതി പരിപാടി നിർത്തി വീട്ടിൽ പിന്നെ ഈ നാട്ടിൽ അഴിമതിയേ ഉണ്ടാകുമായിരുന്നില്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരാളുടെ പേര് അദ്ദേഹം പറഞ്ഞു. ആ ഇഷ്ടം സർക്കാരിൻ്റെ ഇഷ്ടമാകണമെന്നില്ലല്ലോ. അത് ശ്രീ ജയശങ്കർ മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹം വെക്കുന്ന പേരായിരിക്കും. ഇവിടെ സർക്കാർ ഉദ്ദേശിക്കുന്നത് ഏതാണോ ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ എന്നുള്ളതല്ല പ്രശ്നം. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ജേക്കബ് തോമസ് അവധിയിൽ പോകുന്നു, ജേക്കബ് തോമസ് സർവീസിലില്ല. ഞാൻ ജേക്കബ് തോമസ് സർവീസിലില്ലായിരുന്നു എന്ന് സങ്കല്പിക്കുക.
സപ്പോസ് അങ്ങനെയൊക്കെ ആകാമല്ലോ. ഇവിടെ സർക്കാർ വ്യക്തമായൊരു നിലപാടുണ്ട്, അത് അഴിമതിക്കെതിരാണ്. 2, അഴിമതി വിരുദ്ധ നിലപാടെടുത്തതിൻ്റെ പേരിൽ ഒരു ഉദ്യോഗസ്ഥനും ക്രൂശിക്കപ്പെടില്ല, നാട് കടത്തപ്പെടില്ല. മുൻകാലങ്ങളിൽ അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളുടെ നിലപാടതല്ല. ശക്തമായി അഴിമതിക്കെതിരെയും നിലപാടെടുക്കുന്ന, കാര്യക്ഷമമായ സിവിൽ സർവീസ് നടത്തുന്ന എല്ലാ ഉദ്യോഗസ്ഥരെയും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. സർക്കാർ അത് നിർവഹിക്കും. ഇവിടെ ഈ പറയുന്ന പോലെ അദ്ദേഹം ഏതെങ്കിലും നിലനിൽക്കുന്നു. അതെന്തിനാണ് അങ്ങനെ ഒരു സർക്കാർ തന്നെ ഉണ്ടാക്കുന്നത്? അവ്യക്തത നിങ്ങൾക്കാണ്. അല്ലല്ല, കോടതിയിൽ പറയുന്നില്ല ഇദ്ദേഹം അവധിയിൽ പോയിരിക്കുന്നു എന്നാണ് സ്വാഭാവികമായും സർക്കാരിന്റെ ഭാഗമുള്ള ആൾ പറയുന്നത്. മറുഭാഗത്തുള്ളവർ പറയുന്നു അല്ല, സർക്കാർ നീക്കിയതാണ്, അതിനോടുള്ള മറുപടിയില്ല. കോടതി അതുകൊണ്ട് തന്നെ അതിലൊരു നിലപാടെടുക്കുന്നില്ല. കാരണം സർക്കാർ ഇക്കാര്യത്തിൽ അവ്യക്തതയാണ് നിലനിർത്തുന്നത്. അതുകൊണ്ടാണ് കോടതി അതിൻ്റെ പക്ഷം പിടിക്കാതെ എന്ത് നടന്നു എന്ന് എനിക്ക് അറിയില്ല എന്ന് തന്നെ വിധിന്യായത്തിൽ പറയുന്നത്. സമയം തന്നാൽ ഞാനത് അവ്യക്തത മാറ്റിത്തരാം. അവ്യക്തത എന്നൊന്നുമില്ല. ഇദ്ദേഹം അവധിയിൽ പ്രവേശിച്ചതാണ്. പക്ഷേ MM മണി പിന്നീട് പറഞ്ഞ എന്താണ്? മാറ്റിയെന്നാണ്. ഞാനൊന്ന് പറയട്ടെ, പിഴവ് പറ്റിയപ്പോൾ മാറ്റിയെന്ന്. ഞാനൊന്ന് പറയട്ടെ, പിഴവ് പറ്റി എന്ന് പറഞ്ഞതാരാ? അത് നിങ്ങളുടെ പിഴവായിരുന്നില്ലേ? നിങ്ങളുടെ പിഴവായിരുന്നില്ല. കേരളത്തിലെ റഹീം ആദ്യം കേട്ടല്ലോ അത് സമ്മതിച്ചത്. ഞാനത് പറയട്ടെ, സമ്മതിച്ചു. ഞാൻ അതിനെ വിമർശിക്കുകയല്ല എൻ്റെ പണി. ആ പിഴവ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടല്ലോ. അത് സഖാവ് MM മണി തന്നെ വിശദീകരിക്കുന്നതാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് പ്രതികരിക്കാൻ ആളല്ല. ഇവിടുത്തെ എന്നോടുള്ള ചോദ്യം ജേക്കബ് തോമസ് മാറിയാൽ, ഇപ്പോൾ താങ്കൾ ആദ്യം ഉന്നയിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിൽ താങ്കൾ പങ്കുവെച്ച ആകുലത, അഴിമതി വിരുദ്ധ പോരാട്ടം നിലച്ചു പോകും. അതിനു മുൻപ് അവ്യക്തതയുടെ കാരണം എന്താണ്? ഇവിടെ ഒരുപാട് സന്ദർഭങ്ങളിൽ ജേക്കബ് തോമസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവ്യക്തത സൃഷ്ടിക്കുന്നുണ്ട്. ഒരുപാട് ഒരിക്കലുമില്ല. ഇല്ല. ഇപ്പോൾ ഈ വിധിന്യായം എഴുതുമ്പോൾ ജസ്റ്റിസ് ഉബൈദിന് ആ വിധിന്യായത്തിൽ അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയാൻ കഴിയുന്നില്ല അദ്ദേഹത്തിന് ഇദ്ദേഹം മാറിയോ, ഇദ്ദേഹത്തെ മാറ്റിയോ, അതോ ഇദ്ദേഹം അവധിയിൽ പോയിരിക്കുകയാണോ എന്ന്. 8 പേജേ ഉള്ളൂ, റഹീമിനും വായിക്കാവുന്നതാണ്. പിന്നെ ഈ വിജിലൻസ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ കോടതിയിൽ വരികയാണ്. അതിൽ സർക്കാരിൻ്റെ AG സർക്കാരിനോട് അഭിപ്രായങ്ങൾ തേടുന്നുണ്ട്. പക്ഷേ അഭിപ്രായം എന്ന നിലയ്ക്ക് സർക്കാരിൻ്റെതായി ഒന്നും അവിടേക്ക് പോകുന്നില്ല. റിപ്പോർട്ടുകളാണ് അയക്കുന്നത്. ധനകാര്യ വിഭാഗം തയ്യാറാക്കിയ റിപ്പോർട്ട്, ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട്, ഇതെല്ലാം റിപ്പോർട്ടുകളായി പോവുകയാണ്. ഭംഗ്യന്തരേണ സർക്കാരിൻ്റെ നിലപാട് നിലയിലാണ് അവിടേക്ക് വരുന്നത്. അത്തരമൊരു പ്രതീതിയാണ് ഉണ്ടാകുന്നത്. പക്ഷേ സർക്കാർ ഈ കാര്യത്തിലൊരു നിലപാടെടുക്കുന്നുമില്ല. എന്തുകൊണ്ട്? സർക്കാർ നിലപാടില്ലാതെ ആര് പറഞ്ഞു? സർക്കാരിൻ്റെ നിലപാടല്ലേ ഇന്ന് കോടതിയിൽ സർക്കാരിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത്. അദ്ദേഹം അവധിയിൽ പോയി. താങ്കൾ തന്നെ അത് പരാമർശിച്ചല്ലോ നേരത്തെ കോടതിയിൽ നടന്ന കാര്യം. അദ്ദേഹം അവധിയിൽ പോയി. ഒരു ഉദ്യോഗസ്ഥൻ അവധിയിൽ പോയി എന്നതുകൊണ്ട് അഴിമതി വിരുദ്ധ പോരാട്ടം അവധിയിൽ പോയി എന്നോ സ്തംഭിച്ചോ എന്നല്ല. അതാണ് പ്രശ്നം. താങ്കൾ ഉന്നയിച്ച ചോദ്യം അതാണല്ലോ. ഞാൻ അതാണ് വിശദീകരിച്ചത്. ഒരു ഉദ്യോഗസ്ഥനെ ആശ്രയിച്ചുകൊണ്ടുള്ളതല്ല. അതൊരു പൊതു നിലപാടാണ്. അത് എത്ര നേരം വേണമെങ്കിലും റഹീമിന് വിശദീകരിക്കാം. ഞാൻ ചോദിക്കുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. എന്തുകൊണ്ട് ഈ ഉത്തരവിൽ കോടതിക്ക് പോലും പറയാൻ കഴിയുന്നില്ല ഈ ഉദ്യോഗസ്ഥൻ എന്ത് സംഭവിച്ചു എന്ന്? കോടതിയല്ലേ പറയണ്ടേ? കോടതിയുടെ ഉത്തരവിൽ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം? എന്ന് വെച്ചാൽ എല്ലാ ഭാഗവും കേട്ട് ഒരു വിധിന്യായം പുറപ്പെടുവിക്കുന്ന കോടതിക്ക് പോലും കഴിയുന്നില്ല. ശ്രീ ജോസഫ് വാഴക്കൻ, ഈ 8 പേജ് വിധിന്യായത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കോടതിക്ക് അവ്യക്തതയുണ്ട് എങ്കിൽ അത് ജേക്കബ് തോമസിന് എന്ത് സംഭവിച്ചു എന്നത് മാത്രമാണ്. അത് കോടതിയുടെ പ്രശ്നമല്ല. ഈ കാര്യത്തിൽ നിൽക്കുന്ന അവ്യക്തതയെ കോടതി ആ നിലയിൽ തന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്നല്ലേ ഈ 8 പേജ് വായിക്കുമ്പോൾ മനസ്സിലാവുക? അത് ഈ CPM-ഉം ആ ഗവൺമെൻറ്റും ആഗ്രഹിച്ചിരുന്ന ഇയാളെ എങ്ങനെയും പുറത്താക്കണമെന്ന്. പക്ഷേ പിണറായി വിജയൻ്റെ അഴിമതി വിരുദ്ധ പ്രതിച്ഛായയുടെ ബിംബമായിരുന്നു ശ്രീ ജേക്കബ് തോമസ്. അപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് മാറ്റാൻ കഴിയാതെ വന്നു. അപ്പോൾ അവർ കണ്ട ഒരു വഴിയെന്ന് പറഞ്ഞാൽ കോടതിയുടെ ഒരു വിധിയായിരുന്നു. കോടതി ഇതിനേക്കാൾ ശക്തമായ കോടതിയുടെ വിധി ഉണ്ടായപ്പോൾ ആ വിധിയെ പുല്ലുപോലെ അതിനെതിരെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം സ്വന്തം ഓഫീസിൽ ബോർഡ് പ്രദർശിപ്പിച്ച ആളാണ്. അന്ന് പോലും ഈ സർക്കാരിന് ഒന്നും തോന്നിയിട്ടില്ല ഉദ്യോഗസ്ഥനെ കുറിച്ച്, ഒരു ഷോക്കോസ് പോലും കൊടുത്തില്ല. അതിനുശേഷം നിയമസഭയിൽ പറഞ്ഞു ഈ കട്ടിൽ കണ്ട ആരും പനിക്കേണ്ടത്. എനിക്ക് തോന്നുന്നു ജഡ്ജിയോട് ചോദിച്ചതാണോ എന്ന് തന്നെ സംശയമുണ്ട്. അപ്പോൾ അല്ലാതെ വേറെ ആരും അപ്പോൾ ആ കട്ടിൽ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെതിരായിട്ടുള്ള പരാമർശം നടത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് പെട്ടെന്ന് 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കോടതി വിധിയുടെ പേരിൽ മാറ്റി എന്നുള്ളൊരു ധാരണ ജനങ്ങളുടെ ഇടയിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ കോടതി പറഞ്ഞു ഞങ്ങളുടെ തലയിൽ പഴി വയ്ക്കേണ്ട, ഞാൻ കൃത്യമായ ചില കാര്യങ്ങളെ ഞങ്ങൾ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളൂ എന്നാണ് കോടതി പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അവധിയിൽ പോയെന്ന് അല്ല റഹീമ, ഞാനും ചോദിച്ചോട്ടെ, ഞാനൊന്ന് ചോദിച്ചത് റഹീം അവധിയിൽ പോയെന്ന് പറയുന്നത് റഹീമിനേക്കാൾ പ്രധാനപ്പെട്ട പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമായ MM മണി അയാളെ ഞങ്ങൾ പറഞ്ഞു വിട്ടതാന്ന് പറഞ്ഞു. അയാൾ കൊള്ളത്താത്തത് കൊണ്ട് ഞങ്ങൾ പറഞ്ഞു വിട്ടു.
അതിൽ കൂടുതൽ എങ്ങനെയാണ് മണി പിന്നെ റഹീമിന് പറയാൻ പാർട്ടി സെക്രട്ടേറിയറ്റ് അംഗമാണ്. പാർട്ടി സെക്രട്ടേറിയറ്റിന്റെ തീരുമാനമായിരുന്നത്. അല്ലല്ല ശ്രീ ജോസഫ് വാഴക്കൻ അത് അദ്ദേഹത്തിന്റെ ഒരു വിലയിരുത്തലാണ്. എം എം മണിയുടെ ഒരു വിലയിരുത്തലായി പറയുകയാണ് ചെയ്തത്. അല്ലാതെ അതിന്റെ പിന്നിൽ ഒരു മന്ത്രിസഭാ തീരുമാനമില്ല. അങ്ങനെ ഒരു കൂട്ടുത്തരവാദിത്വം ഇനി അത് മന്ത്രി എന്ന നിലയിൽ, ഇനി സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലാണെങ്കിൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നു, റഹീം അതാണ് ചൂണ്ടിക്കാട്ടുന്നത്, സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടില്ല പാർട്ടി എന്ന്. പാർട്ടിയുടെ അഭിപ്രായം പറയുന്നത് സംസ്ഥാന സെക്രട്ടറിയാണ്. മണി അങ്ങനെ നുണ പറയുന്ന ആളല്ല. സെക്രട്ടറി നുണയേ പറയാറുള്ളൂ. അതേ ഉള്ളത് നമ്മളുടെ വ്യത്യാസം. അല്ല, അത് അതിനെക്കുറിച്ച് ഇപ്പോൾ പ്രതികരിക്കുന്നില്ല. ശ്രീ ജോസഫ് വാഴക്കൻ, എനിക്കൊരു സംശയം, എന്താ നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം അവിടെ വേണമെന്നായിരുന്നോ വേണ്ടെന്നായിരുന്നോ? ഒരു കാര്യം ഞാൻ പറയാം. അല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ലല്ല, അങ്ങയുടെ ഉപന്യാസം നേരിട്ടുള്ള ചോദ്യം അങ്ങ് പറയൂ. പിന്നെന്തിനാണ് എം വിൻസെന്റ് എന്ന നിങ്ങളുടെ പിന്നെന്തിനാണ് വിൻസെന്റ് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഇദ്ദേഹത്തെ പുറത്താക്കണം, നാട് കടത്തണമെന്ന് പറഞ്ഞത്? ഈ കസേരയിൽ ഇവിടെ വന്നിരുന്നാ പറഞ്ഞത്, ഞാനെന്ന് അപ്പുറത്തായിരുന്നു, ഇവിടെ വന്നിരുന്നാന്ന് പറഞ്ഞത്. രണ്ട്, നിയമസഭയ്ക്കകത്ത് എഴുന്നേറ്റത് വാദാരത പ്രസംഗിച്ചത് നിങ്ങളെന്തിനാ വാക്കൗട്ട് നടത്തിയേ? നിങ്ങളെന്തിനാ വാക്കൗട്ട് നടത്തിയേ? നിങ്ങളെന്തിനാ വാക്കൗട്ട്? വിൻസെന്റ് അല്ല, നിയമസഭയിൽ UDF എന്തിനാ വാക്കൗട്ട് നടത്തിയേ? അത് വിൻസെന്റിന്റെ കയ്യിൽ കിട്ടിയ ചില രേഖകൾ നിയമസഭയിൽ അവതരിപ്പിച്ചു. അതിന്റെ പേരിൽ നടപടിയെടുക്കുകയോ അന്വേഷിക്കുകയോ ചെയ്യേണ്ടത് അവിടെ മാത്രം കഴിയുകയല്ല, അതാണ് കോടതി വരെ എത്തുന്നത്. അതാണ് കോടതി വരെ എത്തുന്നത്. കോടതി വരെ എത്തുന്നത് ഈ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ്. അല്ല, കോടതിയിലെത്തുന്ന കാര്യമല്ല പറഞ്ഞു. ഗവൺമെന്റ് അതിന്മേലൊന്നും ചെയ്യാൻ സമ്മതിച്ചില്ലല്ലോ. അദ്ദേഹം നിയമസഭയിലല്ലേ അവതരിപ്പിച്ചത്, അവിടെയല്ലേ മറുപടി പറയേണ്ടിയിരുന്നത്. അങ്ങനെയല്ല ജോസഫ് വാഴക്കൻ, നിങ്ങൾ നിയമസഭയിൽ ഇത് ഉന്നയിക്കുന്നു, നിയമസഭയ്ക്ക് പുറത്ത് ഈ വിഷയം ഉന്നയിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ തന്നെ പാർട്ടിയുടെ പ്രവർത്തകർ കോടതികളിലേക്ക് ഇതെത്തിക്കുന്നു. ഇതെല്ലാം ഈ ഒരേ വിഷയത്തിൽ നിങ്ങളെടുത്ത നിലപാടിന്റെ കണ്ണികൾ തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ജേക്കബ് തോമസിനെ സംബന്ധിച്ച് പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ പലർക്കും ഉണ്ട്. അതിനകത്ത് ഞങ്ങളുടെ പാർട്ടിക്ക് പോകുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ അന്വേഷണ രീതിക്കെതിരായിട്ട് ഞാൻ തന്നെ എത്രയോ തവണ സംസാരിച്ചിരിക്കുന്നു. അന്വേഷണ രീതി എന്ന് പറഞ്ഞാൽ പിന്നെ പത്രക്കാരെയും ചാനലുകാരെയും വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഏത് കാര്യവും അന്വേഷിക്കാൻ പോകുന്നത്. അപ്പോൾ പബ്ലിസിറ്റി അദ്ദേഹം അതിന് വളരെ താല്പര്യം കാണിച്ചിരുന്നു. ആളുകൾക്ക് കുറ്റവാളിയാകുന്നതിന് മുമ്പേ ആക്ഷേപിക്കപ്പെടുന്നു. ഇതൊക്കെ ശരിയല്ല എന്നുള്ള നിലപാട് ഞാൻ കൊണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് പൊതുവേ അദ്ദേഹം ആ സീറ്റിലിരുന്നാൽ ഒരു അഴിമതിക്കാർക്ക് ഒരു ഭയം ഉണ്ടായിരുന്നു എന്നുള്ളൊരു സത്യമാണ്. ഇത് കഴിഞ്ഞ എത്ര ദിവസമായി CPM ഇത് മാറ്റാൻ ആഗ്രഹിക്കുക. ഒരു ചാൻസിന് വേണ്ടി തലേ വെച്ച് അത് മാറ്റാൻ ശ്രമിക്കുക. ഞാനൊരു കാര്യം പറയാം, ഇത് എന്ന് പറഞ്ഞാൽ ഇപ്പം മുഖ്യമന്ത്രിക്ക് ഒരു 5-6 അഡ്വൈസേഴ്സ് ഉണ്ട്. അതിലൊരു അഡ്വൈസർ, ഇപ്പോൾ അഡ്വൈസർമാർ ശമ്പളം പറ്റുന്ന 6 അഡ്വൈസർമാരും ശമ്പളം പറ്റാത്ത വേറെ അനേകം അഡ്വൈസർമാരുണ്ട് എല്ലാ കാര്യത്തിനും. അതിൽപ്പെട്ട ഓരോ അവതാരങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലാണ് ഇതൊക്കെ മാറ്റിയത്. അതിൻ്റെ എന്ത് ബുദ്ധിയാണെന്നുള്ളത് എനിക്കറിയില്ല. ജോസഫ് വാഴക്കൻ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇരട്ടത്താപ്പ് പറയുന്നത്? നിങ്ങൾ കൃത്യമായൊരു അഭിപ്രായം പറയൂ. നിങ്ങളുടെ KPCC, UDF, ഞങ്ങളെ സംബന്ധിച്ച് ഏത് എൻ്റെ നിലപാട് ഞാൻ പറഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ച് ഏത് ഉദ്യോഗസ്ഥൻ അവിടെ ഇരിക്കുന്നു എന്നുള്ളതല്ല ഞങ്ങളുടെ പ്രശ്നം. ശരി ശ്രീ ജോസഫ് വാഴക്കൻ, ഈ ഉത്തരവിൽ നിങ്ങളൊക്കെ ഉന്നയിക്കുന്ന വിഷയങ്ങളടക്കം ഒരു നിമിഷം വന്നിട്ടുണ്ട്. ഒരു നിമിഷം ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ ജോസഫ് വാഴക്കൻ, ഇവിടെ ഈ കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്, ഒന്ന്, ഇദ്ദേഹം ഇപ്പോൾ മാറിയോ അദ്ദേഹത്തെ മാറ്റിയോ ഈ കാര്യങ്ങൾ അറിയില്ല. അതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാവുന്നതാണ്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്. അതായത് ധനകാര്യ വിഭാഗത്തിൻ്റെ അടക്കം റിപ്പോർട്ടുകൾ ഇദ്ദേഹത്തിനെതിരെ വന്നിരിക്കുന്നത് നിങ്ങളൊക്കെ സഭയ്ക്കകത്തും പുറത്തും ഉന്നയിക്കുന്ന വിഷയങ്ങളാണ്. അദ്ദേഹത്തെപ്പറ്റി ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞ ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപങ്ങൾ, ഇതും കോടതിയുടെ പരിഗണനയിൽ വന്നു. കോടതി അതും സർക്കാരിന് വിടുകയാണ് ചെയ്തിരിക്കുന്നത്. 3 മാസത്തെ സമയം കൊടുത്തുകൊണ്ട് ഒന്നുകിൽ ഡിപ്പാർട്ട്മെൻറ്റിലായി അന്വേഷിക്കാം, അല്ലെങ്കിൽ പീനൽ ആക്ഷനിലേക്ക് പോകാം. അത് കോടതി അല്ല തീരുമാനിക്കുക. കോടതി അങ്ങനെ നിർദ്ദേശിക്കുന്നില്ല, സർക്കാരിനാകാമെന്നാണ് പറയുന്നത്. ചുരുക്കത്തിൽ ഇന്നത്തെ ഉത്തരവ് ജേക്കബ് തോമസ് മാറേണ്ടതില്ല എന്ന് കോടതിക്ക് അഭിപ്രായമില്ല എന്നാണ്. പക്ഷേ ഇപ്പോൾ ജേക്കബ് തോമസ് അവിടെ ഇല്ലാത്ത നിലയിലുമാണ്. ശ്രീ ജോസഫ് വാഴക്കൻ, KPCC എടുക്കേണ്ട തീരുമാനം കോടതി തന്നെ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ജേക്കബ് തോമസ് ആ കസേരയിൽ അവധി റദ്ദാക്കി വന്നിരിക്കണോ വേണ്ടയോ എന്നതാണ്. അതിലുള്ള മറുപടി എന്താണ്? അല്ല, ജേക്കബ് തോമസ് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് വലിയ ആക്ഷേപം ഉണ്ടായിരുന്ന ആളാണല്ലോ.
അദ്ദേഹം എപ്പോഴും പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ അവസാനത്തെ 2-3 സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ എപ്പോഴും കോട്ട് ചെയ്യാറുള്ളതാണ്. കഴിഞ്ഞ അഴിമതി വിരുദ്ധ ദിനം ആചരണം കഴിഞ്ഞ വർഷമാണെങ്കിൽ എനിക്കത് ആചരിക്കാൻ വയ്യായിരുന്നു. അതുപോലെ പിണറായി വിജയനും രണ്ടുപേരും പരസ്പരം പുകഴ്ത്തുകയല്ലായിരുന്നോ? എന്താ നടന്നുകൊണ്ടിരുന്നത്? പക്ഷേ ഞാൻ പറഞ്ഞത് ഇവരൊരു അവസരം നോക്കിയിരിക്കും. ഞാൻ ഇന്ന് ആദ്യമല്ലല്ലോ റഹീമായി പറയുന്നത്